ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആ വിഷയം ഇങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഹത്താ ലൗ ലം തൽഅൻ ഇബ്ലീസ്. എത്രത്തോളം ഇബ്ലീസിനെ പോലും നീ ദുഷിപ്പ് പറഞ്ഞില്ലെങ്കിൽ, ശപിച്ചില്ലെങ്കിൽ, അത് കാരണമായിട്ട് പടച്ചോൻ നിന്നോട് നരകത്ത് പോകാൻ പറയില്ല. എന്ത്? അള്ളാഹു ഒരാളെ നരകത്ത് കിടുകയാണ്. അപ്പൊ ചോദിച്ചു, എന്തിനാ പടച്ചോൻ എന്നെ നരകത്ത് കിടണേ? ഞാനൊരു വേണ്ടാത്തരും ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓ ഉണ്ട്. ഇബ്ലീസിന്റെ പേര് കേട്ടപ്പോ നീ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പോയിക്കോ നരകത്ത്. അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞതല്ല, ഗസാലി ഇമാം പറഞ്ഞതാ. ഹത്താ ലൗ ലം തൽഅൻ ഇബ്ലീസ്. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി പറയും. അല്ലേ? മുഅ്മിനീങ്ങളൊക്കെ പറയില്ലേ? അത് ഈമാന്റെ ഒരു ആവേശമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദുഷിപ്പിന്റെ മാറാപ്പും പേറാൻ പറ്റിയ വൃത്തികെട്ട ആളാണ് ആര്? ഇബ്ലീസ്. അപ്പൊ ആ ഇബ്ലീസിനെ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു എന്ന് കരുതി അതൊരു തെറ്റല്ല. അത് ഈമാന്റെ ഒരു ആവേശാണ്. ആവേശപ്പുറത്ത് അങ്ങനെ പറയാറുണ്ട്. ഇബ്ലീസുൽ ലഈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി ഇത് പറയും. പക്ഷെ അത് പറയല് നിർബന്ധമുള്ള കാര്യം അല്ലേ? സുന്നത്ത് പോലും ഉണ്ടോ? ഇല്ല. അത് പറയാത്തതിന്റെ പേരിൽ അല്ലാഹു തആല അത് പറയാതിരുന്നെന്ന് വെച്ചിട്ട് നരകത്ത് കിടൂലാന്ന് ഗസാലി ഇമാമ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ചൊല്ലണ്ടാന്നല്ല ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊരു പുണ്യകർമ്മമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കരുത്. കാരണം അള്ളാഹ്ക്ക് ഒരാളെ കുറ്റം പറയുന്ന അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള പണിയല്ല. അതാണ് ഇപ്പോൾ ഗസാലി ഇമാം ഈ പഠിപ്പിച്ചത്. ദുഷിപ്പ് പറയുന്നത് അള്ളാഹുവിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല.